morning. Good morning. Good morning, ma'am. Good morning. Good morning. Morning. PDF കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? സുഖാണ് മിസ്. Good morning, ma'am. Morning. നമ്മള് പാർട്ട് 4 അല്ലേ എടുക്കുന്നത്? യൂണിറ്റ് 5. അതെ, ഡെവലപ്മെന്റ് സ്കിൽസ്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ. Prayer. Prayer. Good morning, ma'am. Good morning, all. Dear Heavenly Father, thank you for the gift of this new day. Bless our school and teachers and our parents and our friends. Help us to learn with interest, speak with kindness, and act with honesty. Have a blessed day. Thank you. Okay. Thought of the day. Good morning, ma'am. Good morning, dear.
The future depends on what you today. ഭാവി ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഓക്കെ ശരി. എത്ര പേരുണ്ട് ക്ലാസ്സില്? 9 പേര്. എന്താ വിശേഷം? പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല മിസ്സേ, എന്നും പോണോലൊക്കെ തന്നെ. ഇന്നത്തെ ദിവസം പോലെ ഇന്നും അല്ലെ? മഴയൊക്കെ കുറഞ്ഞോ? അങ്ങനെയുണ്ട് മഴ? ഇന്നലൊക്കെ വെയിലായിരുന്നു, മഴ പെയ്തു. ഫ്രൈഡേ എനിക്ക് കർക്കിടക 1-ാം തീയതിയാണ്. അപ്പൊ അന്ന് തുടങ്ങി ചിലപ്പോൾ നല്ല മഴയായിരിക്കും. ഇവിടെ നല്ല വെയിലാണ്. മിസ്സേ സുഖാണോ? സുഖമായിരിക്കും, കുഴപ്പമില്ല. മാഡത്തിന്റെ ഫാദറിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം, മറന്നുപോയി കഴിഞ്ഞ ആഴ്ചയൊക്കെ. എന്റെ ആ ഹസ്ബൻഡ് കുഴപ്പമില്ല, ഒന്നും പറയാനായിട്ടില്ല. ഇപ്പോഴും ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു, ഡിസ്ചാർജ് ചെയ്തു. മൂത്ത് ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിയെ കൊണ്ടുപോയി. ഡിസ്മിയ മാം, ഡിസ്മിയ എന്തെങ്കിലും ഓർണമെന്റ്സിന്റെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? അത് എന്റെ അല്ല മാം, എന്റെ കസിന്റെ ആണ്. അപ്പൊ അവക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റോറി ഇടുന്നയാ. നല്ല ഭംഗിയുണ്ട് ഓർണമെന്റ്സ്. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനും വാങ്ങിയായിരുന്നു. ആരെങ്കിലും അവക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. PDF കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? കാണുന്നുണ്ട്. മ്യൂട്ട് ചെയ്യണേ. യൂണിറ്റ് 5 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളോട് ഒരു കാര്യം കണ്ടെത്തി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ. പ്രീ നമ്പർ സ്കിൽ എന്താണ് മറന്നുപോയാ? ഇന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. കണ്ടുപിടിച്ചോ? പ്രീ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മള് അവര് നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ കുട്ടികളെ കൊണ്ട് ടോള് ഷോർട്ട് പിന്നെ മോറ് ലെസ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്പേഴ്സിലോട്ട് ഗ്രൂപ്പ് പിന്നെ ഷേപ്സ്, അതാണോ മാം പ്രീ നമ്പർ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് നമ്പേഴ്സിലോട്ട് വരുന്നത്. അതെ, അത് വേറൊരു മെത്തേഡാണ്, അങ്ങനെയും പഠിപ്പിക്കാം. ഓക്കെ, പിന്നെ വേറെ ആരാണ് കണ്ടുപിടിച്ചത്? പറഞ്ഞ ശരിയാണ് കേട്ടോ. ഓക്കെ, വേറെ ആരാണ് കണ്ടുപിടിച്ചത് പ്രീ നമ്പർ സ്കിൽ? പ്രീ നമ്പർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. ഷേപ്പ്, കളർ ഗെയിംസ്, പിന്നെ കൗണ്ട് ചെയ്യിപ്പിക്കും. അത് പിന്നെ സ്മോൾ ടു ലാർജ് ഒബ്ജക്ട്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യിപ്പിക്കും. പിന്നെ പിക്ചേഴ്സ് ഇങ്ങനെ മാച്ചിങ് പിക്ചേഴ്സ് അതിന്റെ ഒബ്ജക്ട്സുകൾ മാച്ച് ചെയ്യിപ്പിക്കാൻ നോക്കും. കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ പ്രാക്ടിക്കൽസിന്റെ ഡേറ്റ് പറഞ്ഞിരുന്നോ? ഇല്ല മാം. എക്സാം ആണോ വൈവ? ഇല്ല, പ്രാക്ടിക്കല് ഓൺലൈൻ പ്രാക്ടിക്കൽസ് വരുമല്ലോ ടീച്ചേഴ്സ്. ഓഫ്ലൈൻ മുൻപ് അതിന് ഓൺലൈൻ പ്രാക്ടിക്കൽസ് ആയിരുന്നു. അത് കഴിഞ്ഞല്ലോ. നിങ്ങൾ കഴിഞ്ഞായിരുന്നോ? ഓൺലൈൻ പ്രാക്ടിക്കൽ സെക്ഷൻ ഇല്ലേ? കഴിഞ്ഞല്ലേ? ഓഫ്ലൈൻ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓൺലൈൻ കഴിഞ്ഞിട്ടായിരുന്നു ഓഫ്ലൈൻ. ഞങ്ങൾ വന്നായിരുന്നല്ലോ. മിസ് പേജ് നമ്പർ ഒന്ന് പറയാവോ? ഫസ്റ്റ് മൊഡ്യൂൾ 1 പേജ് നമ്പർ 173. 165. 165.
174 ആണ് കേട്ടോ. ഓക്കെ, ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന്റെ ഒരു സാമ്പിൾ പേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈം ടേബിൾ ആണ്. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. Usually the timetable is prepared for a week to be repeated. Other work in the school is carried out systematically in tune with the timetable. The outstanding working of a school depends on a suitable timetable. Hence, the timetable is said to be the second school clock. Okay, നമ്മളിപ്പോ ടൈം ടേബിളിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡീറ്റെയിൽഡ് പ്ലാനിങ് അല്ലെ? എന്തുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാനിങ് ആണ്? ടൈം അലോക്കേഷൻ ടു വേരിയസ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് അല്ലെ? ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളില് ഡിഫറെന്റ് സബ്ജക്ട്സിലും ആക്ടിവിറ്റീസും നമ്മളൊരു അറേഞ്ച്ഡ് മാനറിൽ തയ്യാറാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം ടേബിൾസ് എന്ന് പറയുന്നത് അല്ലെ? യെസ്. അപ്പൊ നമ്മളിത് ഏത് ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ പ്ലാനിങ് വരുന്നത്? യൂഷ്വലി ദ ടൈം ടേബിൾ ഈസ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക് അല്ലെ? ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ദ ടൈം ടേബിൾ ഈസ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക് ടു ബി റിപ്പീറ്റഡ്. പിന്നെ എന്ത് ചെയ്യും? നെക്സ്റ്റ് വീക്ക് ഒരു വീക്ക് മാത്രമാണോ നമ്മൾ അത് ഫോളോ ചെയ്യുന്നത്? ഒരു വീക്ക് മാത്രമാണ് അല്ല, പിന്നെ ഇത് നമ്മൾ സെയിം അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. All the work in the school is carried out systematically in tune with the timetable. അപ്പോൾ സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്? ആ ഒരു ടൈം ടേബിളിനെ ആശ്രിതമാക്കിയിട്ടാണ് ആ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ക്ലാസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്താണ് ആ സ്കൂളിൽ ഡിപ്പെൻഡ് ആ ടൈം ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ പോകുന്നത്. The outstanding working of school depends on a suitable timetable. അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒന്നും എന്ത് തന്നെയാണ്? ഒരു ടൈം ടേബിളിനെ ആശ്രിതമാക്കിയിട്ടുണ്ട്. ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ എന്തിലാണ് ആ സ്കൂൾ എപ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കിംഗ് കണ്ടീഷൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടൈം ടേബിൾ നമ്മൾ സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ടൈം ടേബിൾ ഈസ് സെഡ് ടു ബി ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. ഓക്കെ, സ്കൂളിന്റെ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ടൈം ടേബിളിനെയാണ് കേട്ടോ. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The timetable is said to be the second school clock. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. യെസ്, ഒന്ന് പറയാമോ നിങ്ങൾ ടൈം ടേബിൾ എന്താണെന്നൊന്ന് പറഞ്ഞേ. എന്താണ് ടൈം ടേബിള്? പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞേ. ഒരു സ്കൂളിന്റെ സബ്ജക്ട്സും ആക്ടിവിറ്റീസും ഒക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ടൈം ടേബിള്. യൂഷ്വലി ഒരു വീക്കിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ടൈം ടേബിൾ എന്ന് പറയുന്നത് സ്കൂളിന്റെ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നാണ് പറയണത്. വെരി ഗുഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ, ഒരു ടൈം ടേബിളിനകത്ത് ബേസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ്. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ, ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിംഗ് എ സ്പെസിഫൈഡ് പീരീഡ്, days on which each subject and each activity is to be handled, and names of the teachers in charge of division of each standard, that room in which each class meets, the details respecting the recess periods. Okay. So the timetable അടങ്ങിയിരിക്കുന്ന മെയിൻ കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ എന്ന് പറയുന്നത്. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ സ്കൂൾ ഡേ പറയൂ. സ്കൂൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായിട്ടുള്ള സമയം. ഒരു സ്കൂൾ ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടൈം ടേബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ? എപ്പോഴാണോ ബിഗിൻ ചെയ്തത്, എപ്പോഴാണ് അത് അവസാനിക്കുന്നത്, തുടക്കവും അവസാനം കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിനും എൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ടൈം അവിടെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്കൂൾ ടൈം റെഗുലർലി സ്കൂൾ ടൈം എത്ര മണി വരെയാണ്? എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? 10:30 മുതൽ 4 മണി വരെ. യെസ്. ഓരോ സ്കൂളിലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ പോലും നോർമലി നമ്മൾ പഠിച്ച സമയത്തൊക്കെ എത്ര മണി വരെയായിരുന്നു? 4:30 വരെ. നമ്മൾക്ക് 4 മണി വരെ. ഓക്കെ, ഇവിടെ ശരിക്കും 9:30 തുടങ്ങി 4 മണി വരെ. 9:30 ഫസ്റ്റ് ബെൽ അടിക്കുന്നു അല്ലെ? ഫസ്റ്റ് ബെൽ അടിച്ച് 4 മണിക്ക് ലാസ്റ്റ് ബെൽ അടിക്കുന്നത്. ഓക്കെ, യെസ്. അതിനിടയിൽ ലഞ്ച് ബ്രേക്സ് വരുന്നുണ്ട്. പല പല ആക്റ്റീവ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെഞ്ചുകൾ. അതായത് ഓരോ പീരീഡിനും നമ്മൾ അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. പറയാം. നെക്സ്റ്റ് കണ്ടന്റ് എന്താണ്? ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ് പറഞ്ഞു. എന്താണ്? ഓരോ പീരീഡുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ സാഹചര്യത്തിനുള്ള കൃത്യമായ ടൈം ഉണ്ടായിരിക്കും അല്ലെ? ചിലപ്പോൾ 45 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അങ്ങനെ ഓരോ സ്കൂളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൈം വരുന്നത്. ഒരു ക്ലാസ് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതിനുള്ള കൃത്യസമയം അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. Then subject and activities offered during a specified period. Subject and activities offered during a specified periods. എന്താ പറയുന്നത്? ഓരോ പീരീഡിലും പഠിപ്പിക്കുന്ന വിഷയങ്ങളും ആക്ടിവിറ്റികളും. സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഏതൊക്കെ പീരീഡ്സിലാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? Days on which each subject and each activity is to be handled. Days on which each subjects and each activity is to be handled. നമ്മൾ എല്ലാ ദിവസവും എല്ലാ സബ്ജക്ട്സിലും പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാ സബ്ജക്ട്സിലും പഠിപ്പിക്കോ? എങ്ങനെയാണ് അത് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ഓരോ ദിവസം ഓരോരോ വിഷയങ്ങളായിരിക്കും. ഇവിടെ മോന് ഒരു ദിവസം ഒരു സബ്ജക്റ്റേ ഉള്ളൂ പഠിപ്പിക്കുന്നത്. ഒരു സബ്ജക്റ്റ് ഉള്ളൂ. ഒരു ദിവസം ഒറ്റ സബ്ജക്റ്റേ പഠിപ്പിക്കത്തുള്ളൂ. അത് പിന്നെ നെക്സ്റ്റ് വീക്കിലായിരിക്കും സബ്ജക്റ്റ് വരുന്നത്. EVS മാത്രം ഒരു വീക്കിൽ 2 ദിവസം വരണുണ്ട്. നമ്മള് ഇപ്പൊ നോർമലി എല്ലാ ദിവസവും വരുന്ന ഒരു സബ്ജക്ട് ഏതാണ്? എല്ലാ ഡേയ്സിലും ഉണ്ടാവുന്ന സബ്ജക്ട് മാത്സ് ആണോ? മാത്സ് ആണ് അല്ലെ? പിന്നെ മാത്സ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്. മാത്സ് ഇംഗ്ലീഷ് റെഗുലർ ആയിട്ട് ഉണ്ടാക്കി. ലാംഗ്വേജ് അല്ലെ? ലാംഗ്വേജ് പിന്നെയും വ്യത്യാസം വരാറുണ്ട് അല്ലെ? ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലേക്ക് വരാറുണ്ട്. ഇതിന്റെ പോലെ മാത്സ് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഓരോരോ സബ്ജക്ട് അതായത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നതെന്ന് നമ്മള് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ടൈം ടേബിളിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെയിംസ് ഓഫ് ദ ടീച്ചേഴ്സ്. 4ാമത്തെ പോയിന്റ് അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? അതെ മിസ്സേ. അതായത് ഓരോ വിഷയം ഏത് ദിവസമൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് 4th പോയിന്റ് വരുന്നത് കേട്ടോ. Then 5th one, name of the teachers in charge of each division of each standard. Names of the teachers in charge of each division of each standard. എന്താ പറയുന്നത്? ഏതൊക്കെ ക്ലാസ്സിൽ ഏതെല്ലാം ഡിവിഷനിലും അതായത് ഓരോ ക്ലാസ്സിന്റെയും ചുമതലയുള്ള അധ്യാപകന്റെ പേര് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിന്റെയും ചുമതലയുള്ള അധ്യാപകന്റെ പേര് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, rooms in which each class meets. Room in which each class meets. എന്താ സംഭവം? വായിച്ചു നോക്കി. Room in which each class meets. ഏത് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന്? ഏത് ക്ലാസ്സിലേക്ക് പോകണമെന്നാണോ? ഓരോ ക്ലാസ്സും ഏത് മുറിയിലാണ് നടക്കുന്നത് അല്ലെ? ഓരോ ക്ലാസ്സുകളും ഏത് റൂമിലാണെന്നുള്ളത്. ഓക്കെ, ഓരോ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിവിഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന ക്ലാസ്സിലായിരിക്കും ഇന്ന സ്റ്റാൻഡേർഡ് ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സും ഏത് റൂമിലാണ് നടക്കുന്നത് എന്നാണ് അവിടെ അതും നമ്മൾ ഓൾറെഡി ടൈം ടേബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് ക്ലാസ്സിലാണെന്നുള്ളത്. ഓക്കെ, ദെൻ 7th one, details respecting the recess period. Details respecting the recess period. എന്താണ് recess period എന്ന് പറയുന്നത്? ബ്രേക്ക് ടൈം ആണ്. റെസ്റ്റ് മീൻസ് ഇടവേളകൾ അല്ലെ? അതായത് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര പീരീഡ് കഴിയുമ്പോഴാണ് ഒരു ബ്രേക്ക് ടൈം നമ്മൾ കൊടുക്കുന്നത്? എത്ര പീരീഡ് കഴിയുമ്പോഴാണ്? 2 പീരീഡ്. 2 പീരീഡ് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇന്റർവെൽ ആയിരിക്കും അല്ലെ? അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ്? അതേപോലെ തന്നെ 2 പീരീഡ് കഴിഞ്ഞ സമയത്ത് നമ്മൾ
ബ്രേക്ക് ടൈം ഡ്രസ്സസ് നമ്മൾ കൊടുക്കണമെങ്കിൽ ബ്രേക്ക് ടൈംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ടൈം ടേബിളിൽ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ടൈം ടേബിളിന്റെ മെയിൻ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെയാണെന്ന് ഓരോന്ന് പറയാമോ? ഒന്ന്, സ്കൂൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതിന്റെയും കൃത്യമായ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, അതായത് ഓരോ പീരീഡിന്റെയും ആരംഭവും അവസാനവും, അതായത് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നതിനുള്ള കൃത്യമായ ടൈം ഉണ്ടായിരിക്കും. സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിംഗ് എ സ്പെസിഫൈഡ് പീരീഡ്. എന്താ പറയുന്നത്, ഓരോ പീരീഡിലും പഠിപ്പിക്കുന്ന വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഡേയ്സ് ഓൺ വിച്ച് ഈ സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ടു ബി ഹെൽഡ്, ഓരോ ക്ലാസ്സിന്റെ ഓരോ വിഷയം ഏത് ദിവസമാണ്, ഓരോ സബ്ജക്ട് ഏത് ദിവസങ്ങളിലാണ് വരുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കും. പിന്നെ ഓരോ ടീച്ചേഴ്സ്, ഓരോ ചുമതലയുള്ള ക്ലാസ്സിന്റെ ഓരോ ടീച്ചേഴ്സിന്റെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കും. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സും ഏത് മുറിയിലാണ് നടക്കുന്നത് എന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള ബ്രേക്ക് ടൈംസ് എങ്ങനെയാണെന്നുള്ളതും അഥവാ റെസസ് പീരീഡ് എപ്പോഴാണെന്നുള്ളതും നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾസിന്റെ കണ്ടന്റ്സ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ കണ്ടന്റ്സ്? മനസ്സിലായോ സർ? നമ്മുടെ ക്ലാസ്സിലാണോ റീജ് ഉള്ളത്? 18-ലാണോ റീജ് ഉള്ളത്? അതെ, റീജ് ഇപ്പൊ ക്ലാസ്സിലുണ്ടോ? ഇപ്പൊ കയറില്ലാന്ന് തോന്നുന്നുണ്ട്. മോളെ കയറ്റാണ് പറഞ്ഞത്. മാം, ഈ ടൈം ടേബിള് അത് സ്കൂൾ ഹെഡ് ആണോ പ്രിപ്പയർ എന്തോ ആ സ്കൂൾ ഹെഡ് ആണ്, അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരു സ്കൂളിൽ 3 ടൈം ടേബിൾസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്, മാസ്റ്റർ ടൈം ടേബിൾ. ശ്രദ്ധിക്കാം, ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്, മാസ്റ്റർ ടൈം ടേബിൾ. ഓക്കെ, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. സ്കൂൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾസ്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും 3 ടൈം ടേബിളിനെ അനുസരിച്ചിട്ടാണ് ഒരു സ്കൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസ് ടൈം ടേബിൾ ഉണ്ടായിരിക്കും അല്ലെ. എന്താണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? This means for the classes. This will show the dissemination of subjects. There should be general timetable showing the class-wise distribution of subject. എന്താണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ ക്ലാസ്സിലും ഓരോ പീരീഡ് ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. ഓരോ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ ഓരോ സബ്ജക്ട്സിൽ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് എന്താ ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. സ്റ്റുഡൻസ് ടൈം ടേബിൾ. പിന്നെ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഏതൊക്കെ പീരീഡ്സുകൾ ഏതൊക്കെ സബ്ജക്ട്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ വിഷയം മാറ്റിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്നും കൂടി നമ്മൾ ആ ടൈം ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ക്ലാസ് ടൈം ടേബിളിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ടൈം ടേബിൾ. എന്താണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ? അത് ഏത് ടീച്ചറിന് ഏത് ക്ലാസ്സിൽ പോകണം എന്നുള്ള ടൈം ടേബിൾ ആണ്. Every teacher should have a copy of his timetable of his work. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available in the headmaster. Okay. For teacher's timetable, teachers ഏത് ക്ലാസ് റൂമിലേക്കാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരും സ്വന്തം ടൈം ടേബിള് കൃത്യമായിട്ട് അതിന്റെ ഒരു പകർപ്പ്, അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ഓരോ വീക്കില് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് ഓരോ ടീച്ചേഴ്സിനും എന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ടൈം ടേബിൾ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടത്. ഓക്കെ, അതായത് ഏത് ക്ലാസ് ആണ് ഏത് സമയത്താണ് പഠിപ്പിക്കേണ്ടതെന്നാണ് വ്യക്തമായിട്ട് ടീച്ചേഴ്സ് ടൈം ടേബിളിൽ കാണിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു മുഴുവനായിട്ടുള്ള ഒരു കോപ്പി അല്ലെങ്കിൽ ഇതിന്റെ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റുള്ള ടൈം ടേബിൾ ആരുടെ കയ്യിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക? ഹെഡ് മാസ്റ്ററുടെ കയ്യിലായിരിക്കും അല്ലേ. യെസ്, അതായത് എല്ലാ അധ്യാപകരുടെയും ഓരോ ടൈം ടേബിൾ കൃത്യമായിട്ട് ഹെഡ് മാസ്റ്റർ ആണ് സൂക്ഷിക്കുന്നത്, അദ്ദേഹമാണത് തയ്യാറാക്കുന്നത്. ഓക്കെ, അതാണ് ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാസ്റ്റർ ടൈം ടേബിൾ. എന്തായിരിക്കും മാസ്റ്റർ ടൈം ടേബിൾ? അതായത് മുഴുവൻ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ല സ്കൂളിന്റെ എൻറ്റയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. This is the consolidated timetable for the whole school. This will give a complete picture of the work of a school. It should be available with the headmaster. It will be him who teaches a particular class in a given period and what subject he teaches. From this, the headmasters can know whether a teacher is having leisure or work at a particular point of time. More to above, it's expected to prepare and maintain the different timetables such as
ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ, ആക്ടിവിറ്റീസ്, റൂം ടൈം ടേബിൾ ആൻഡ് ഹോംവർക്ക് ടൈം ടേബിൾസ്. ഓക്കെ, മാസ്റ്റർ ടൈം ടേബിൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. ഇത് ആരാണ് തയ്യാറാക്കുന്നത്? ആരാണ് പ്രിപ്പയർഡ് ആക്കുന്നത്? സ്കൂൾ ഹെഡ്. യെസ്, അതായത് എല്ലാ ക്ലാസ്സുകളുടെയും അല്ലെങ്കിൽ തന്നെ എന്താണ് അധ്യാപകരുടെ എല്ലാ വിഷയങ്ങളും വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും എന്തിലുണ്ടാവുക, മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു ടൈം ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ക്ലാസ്സിലാണ് ഏതൊക്കെ ടീച്ചേഴ്സ് എന്ന് വ്യക്തമായിട്ട് ആർക്കറിയാൻ സാധിക്കും? ഹെഡ് മാസ്റ്ററിന് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി അതായത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ക്രമമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓൾറെഡി ഒരു മാസ്റ്റർ ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു മാനറിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്കൂളിന് ഒരു മാസ്റ്റർ ഹോൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾസ് ആണ്. ഏതൊക്കെയാണ്? ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആൻഡ് മാസ്റ്റർ ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതും ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്ന ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടത്. ദെൻ മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂളിന്റെ ഹോൾ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൈം ടേബിൾ ആണ് മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾ ആ 3 ഒന്ന് വായിച്ചു നോക്കാമോ? അതിനകത്ത് തന്നെ ടൈം ടേബിളിനകത്ത് വരുന്ന മറ്റ് തരങ്ങൾ ഡിഫറെന്റ് ടൈം ടേബിൾസിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈം ടേബിൾസ് എന്ന് പറയുന്നത്? മാസ്റ്റർ ടൈം ടേബിളിനകത്ത് വരുന്ന കുറച്ച് കണ്ടന്റ്സിൽ ഒന്നാണ് എന്ത്? ഡിഫറെന്റ് ടൈം ടേബിൾസ്. അതായത് ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ. എന്തായിരിക്കും ടീച്ചർ ലെഷർ ടൈം ടേബിൾ എന്ന് പറയുന്നത്? അധ്യാപകരുടെ ഒഴിവ് സംബന്ധമായിട്ടുള്ള ഒഴിവ് സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ടേബിൾസ് ആയിരിക്കും എന്ത്? ടീച്ചർ ലെഷർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. എല്ലാ അവേഴ്സും ടീച്ചേഴ്സിന് ക്ലാസ് ഉണ്ടാവോ? എല്ലാ അവേഴ്സും ഇല്ല. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പീരീഡ് ടീച്ചറിന് ഒരു ലെഷർ പീരീഡ് നമ്മൾ കൊടുക്കണം. അതായത് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനും എന്താണ് അതിന് പ്രിപ്പയർഡ് ചെയ്യാനോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രിപ്പയർഡ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ആവശ്യകതകൾക്ക് വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഒരു പീരീഡ് ഒരു ലെഷർ ടൈം അവർക്ക് കൊടുക്കുന്നതാണ് ടീച്ചേഴ്സ് ലെഷർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റീസ് ടൈം ടേബിൾ. എന്താണ് ആക്ടിവിറ്റീസ് ടൈം ടേബിൾ? ആക്ടിവിറ്റീസ് ടൈം ടേബിൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യണം. കായികം, കലാപരിപാടികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ അസംബ്ലി മുതലായ കാര്യങ്ങൾ വരെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. സ്കൂൾ അസംബ്ലീസ്, മറ്റെന്തെങ്കിലും പ്രോഗ്രാംസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആക്ടിവിറ്റി ടൈം ടേബിൾസിലായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ റൂം ടൈം ടേബിൾ. റൂം ടൈം ടേബിൾ എന്താണ്? ലാബൊക്കെ ഉള്ള ടൈമൊക്കെ പറയണായിരുന്നു. ലാബും ലൈബ്രറി. അതായത് ഓരോ ക്ലാസ്സും ഏത് മുറിയിലാണെന്നുള്ളതാണ് റൂം ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇന്ന ക്ലാസ്സുകൾ ഇന്ന റൂമിലായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തില്ലേ. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കിപ്പോ അറിയാം കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലാംഗ്വേജ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിനൊക്കെ ഓരോരോ ഫിക്സ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളം സെലക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളെല്ലാവരും മലയാളം ക്ലാസ്സിലായിരിക്കും. കണ്ടിട്ടില്ലേ? സാൻസ്ക്രിറ്റ് എടുത്ത കുട്ടികൾ സാൻസ്ക്രിറ്റ് ക്ലാസ്സിലേക്ക് പോകും. ഹിന്ദി എടുക്കുന്ന കുട്ടികൾ എന്താണ് ഹിന്ദി ക്ലാസ്സിലേക്ക്. ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ ചില ക്ലാസ്സുകൾ റൂംസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ചില റൂമുകളിലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ നടക്കുന്നത്. അത് ഓരോ ക്ലാസ്സും ഏത് മുറിയിലാണ് ഏത് സമയത്താണ് ഇത് നടക്കുന്ന കാണിക്കുന്ന ടൈം ടേബിൾ ആണെന്ത്? റൂം ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇന്ന ക്ലാസ്സിൽ ഇന്ന റൂമിൽ എന്താണ് ഇന്ന സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത് എന്ന് ഫിക്സ് ചെയ്തിട്ടൊരു അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. അതാണ് എന്ത്? റൂം ടൈം ടേബിൾ എന്ന് പറയുന്നത്. Then homework timetable. എന്താണ് homework timetable? വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ടൈം ടേബിൾ.
അതായത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹോംവർക്സ് ഓരോ ദിവസം ഏതൊക്കെ ഗൃഹപാഠങ്ങളാണ് കുട്ടികൾ ചെയ്തു തീർക്കേണ്ടത് എന്നതിന്റെ സമയക്രമമാണ് എന്ത് ഹോംവർക്ക് ടൈം ടേബിളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഹോംവർക്ക് ടൈം ടേബിളിന്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട്, അതായത് കുട്ടികൾക്ക് അമിത ഭാരം വരാതെ ടൈം ടേബിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അമിത ഭാരം വരാതെ സ്ട്രെസ് വരാതെ നമുക്ക് എന്താണ് നോർമലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉള്ളപ്പോൾ തന്നെ ഹോംവർക്ക് ടൈം ടേബിൾ ഉള്ളപ്പോൾ എന്താണ് ആ ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ മാത്രം നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഹോംവർക്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്താൽ മതി. അല്ലാത്ത സമയത്ത് എന്താണ് കുട്ടികൾക്ക് അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നില്ല. അപ്പൊ ഗൃഹപാഠം ഉള്ള സമയത്ത് മാത്രം, ആ പീരീഡ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ തലേ ദിവസം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്സുകൾ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. പക്ഷെ ഇതിപ്പോ അങ്ങനെ ഒന്നും ടീച്ചേഴ്സ് അങ്ങനെ ഒന്നും അതേപോലെ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? ആ ഒരു ടൈം ടേബിൾ അനുസൃതമായിട്ടാണോ ഹോംവർക്ക് കൊടുക്കുന്നത്? ഇല്ല. പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ആ ഒരു രീതിയിൽ കൊടുക്കുന്നൊന്നുമില്ല. കൊടുക്കുന്ന സ്കൂളിൽ ഉണ്ടാവായിരിക്കും, എന്നാൽ പോലും നോർമലി അതങ്ങനെ കാണാറില്ല കേട്ടോ. ഇപ്പൊ 3 ടൈം ടേബിളും ഓർത്തിരിക്കണം, എക്സാമിനൊക്കെ നിർബന്ധമാണ് ഈ ഒരു ഭാഗം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഒരു ജോബിനുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമുണ്ട് ഇത്. നിങ്ങൾക്ക് തയ്യാറാക്കാൻ അറിയാമോ സ്വന്തമായിട്ട്? ഇല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാം. ഓക്കെ, ആദ്യം ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. ഫ്രം നെയിം അഡ്രസ് ടു ദ കറസ്പോണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഏത് സ്കൂളിലേക്കാണോ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിമും അഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരിക്കണം. സബ്ജക്ട് എന്താണ് ഇതിൽ വരുന്നത്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഇത് പഠിച്ചു വെക്കാട്ടോ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഇനി നമ്മൾ മാറ്ററിലേക്ക് എടുക്കും അല്ലെ. റെസ്പെക്റ്റഡ് സർ ഓർ മാം, I came to there are vacancy for the teachers post. I apply myself for the same. My biodata is in our leaf. Being considered for the post, I will send sincere and result oriented hard work for the development of your school. നമ്മളുടെ മാറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതാം. പക്ഷെ നമ്മുടെ മാറ്റർ എപ്പോഴും ബ്രീഫ് ആയിരിക്കണം, പക്ഷെ നല്ലൊരു കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ ഈ മാറ്റർ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് അതേ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് താങ്ക് യു യുവർ ഫെയ്ത്ത്ഫുള്ളി നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, ഇതാണ് ഒരു ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻ വേണ്ടി നമ്മുടെ സ്കൂളിൽ കൊടുക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ഫ്രം അഡ്രസ് ടു അഡ്രസ് മാറ്റർ ആൻഡ് താങ്ക് യു ആൻഡ് നമ്മുടെ സിഗ്നേച്ചർ പേര്. ക്ലിയർ? എളുപ്പമല്ലേ അത്? അറിയാത്തവരൊക്കെ നോക്കി പഠിക്കാം കേട്ടോ. ഒരു ജോബ് ലെറ്റർ എഴുതാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ആണ്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും? നെയിം, പോസ്റ്റ് ആൻഡ് കോഡ്, head of the leave, date of which leave required, reasons, permitted number of days of leave, then leave already taken before this, balance of the leave available before this, signature of the applicant. Okay, ഒരു ടീച്ചറിന്റെ ലീവ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്? Name, head of the leave, date for this leave required, reasons, permitted number of days for leaves under this. ഓക്കെ, പേരും കോഡും കൊടുത്തിട്ടുണ്ടാവും അല്ലെ? പേരുള്ള ഹെഡ് ഓഫ് ദ കോഡ് എന്ന് പറയും. ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹെഡ് ഓഫ് ദ ലീവ്? നമ്മള് ഏത് തരം ടൈപ്പ് ഓഫ് ലീവ് ആണ് അവിടെ ചോദിക്കുന്നത്. അവധിയുടെ തരം, ലീവ് ഏത് ടൈപ്പിലാണ് നമ്മൾ എടുക്കുന്നത്? സിക്ക് ലീവ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്നുള്ളതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് അവധിയുടെ വിഭാഗം അല്ലെങ്കിൽ അവധിയുടെ തരം, ലീവിന്റെ തരം, ടൈപ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then date for which the leave required. എന്താണ് date for which the leave required? ഏത് ദിവസം ലീവ് വേണ്ടെന്നുള്ള അവധി ആവശ്യമായിട്ടുള്ള തീയതികളാണ്, ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അവധി ആവശ്യമായിട്ടുള്ള തീയതികൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ് എന്താണ്? റീസൺ. റീസൺ കുറച്ച് നമുക്ക് ചെറിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാവുന്നതാണ് അല്ലെ? ഓക്കെ, റീസൺ എഴുതാം. Then permitted number of days for leave under this head.
permitted number of days for leave under this head. എന്താണ് എത്ര ദിവസം കിട്ടുമല്ലോ? എത്ര ദിവസമാണ് അവധി അനുവദിച്ചിരിക്കുന്നത്, പെർമിറ്റ് ചെയ്തിരിക്കുന്ന എത്ര ദിവസമാണെന്നുള്ളതാണ്. ഓക്കെ. ദെൻ ലീവ് ഓൾറെഡി ടേക്കൺ, നമ്മൾ ഈ പറഞ്ഞ ദിവസത്തിനേക്കാൾ ഓൾറെഡി അനുവദിച്ച ലീവിൽ എത്ര ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ? ലീവ് ഓൾറെഡി ടേക്കൺ അതാണ് അവിടെ എടുക്കുന്നത്. ഇതിന് മുമ്പ് എടുത്ത അവധി ദിനങ്ങൾ എത്രത്തോളമാണ് അതിന്റെ എണ്ണമാണ് അവിടെ ഇട്ടത് കേട്ടോ. ദെൻ ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ, എന്താണ് ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ? ബാക്കിയുള്ള ശേഷിക്കുന്ന അവധി ദിവസങ്ങൾ എത്രത്തോളമാണ്. ഓക്കെ. യെസ്. അതിനുശേഷം എന്താ വരേണ്ടത്? സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ് ആണ് വരേണ്ടത്. ഇത് ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷന്റെ ആദ്യത്തെ ഫോർമാറ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഓഫീസ് യൂസിന്, അതായത് ഈ ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ് യൂസ്. ഇത് രണ്ടും ഒരുമിച്ചുള്ളത് തന്നെയാണ്. ഓഫീസ് യൂസിലുള്ള ഫോർമാറ്റ് എങ്ങനെയാണ്? ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ബാക്കി യൂസസ് വരുന്നത്. ഓക്കെ. അപ്പൊ ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ടിക്ക് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ഒന്നില്ലെങ്കിൽ ലീവ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ലീവ് ലഭിച്ചിട്ടുണ്ടാവില്ല. ലീവ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ആൾക്ക് ലീവ് ഒന്നും ഇല്ലെന്നാണെങ്കിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ? ഇനി ബാലൻസ് ലീവ് ഒന്നും ഇല്ലെങ്കിലാണെങ്കിൽ എന്തുണ്ടാവും? നോട്ട് പെർമിറ്റഡ് ആയിരിക്കും. ലീവ് അനുവദിക്കോ? ബാലൻസ് ലീവ് ഒന്നും ഇല്ലെങ്കിൽ അനുവദിക്കാനുള്ള സാധ്യതയാണ് അല്ലെ? നോട്ട് പെർമിറ്റഡ് ആയിരിക്കും. ഡേറ്റ് ഓഫ് പെർമിഷൻ, ഇനി പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് മുതലാണ് അനുമതി നൽകിയിരിക്കുന്ന ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് പെർമിഷൻ എന്ന് പറയുന്നത് എന്ന് മുതലാണ് ആൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഡേറ്റ് ആണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ. ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ എന്താണ്? ഒന്ന് ശമ്പളത്തോട് കൂടി അവധി ഉണ്ടായിരിക്കും, അല്ലാതെയും ഉണ്ടായിരിക്കും അല്ലെ? അത് ഏതാണെന്നുള്ളത് അവിടെ റീസണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് കേട്ടോ. യെസ്. The name of the school, സ്കൂളിന്റെ പേര് രേഖപ്പെടുത്തുന്നു. Whether the separate acceptance letter for loss of pay is attached. Whether the separate acceptance letter for the loss of pay is attached. എന്താ പറയുന്നത്? നമ്മള് സമ്മതമില്ലാതെയാണ് എടുക്കുന്നെങ്കിൽ, സമ്മതമില്ലാതെ ശമ്പളമില്ലാതെ അവധിക്കുള്ള സമ്മതപത്രം, ആ ഒരു എന്താ പറയാ കവറിംഗ് ലെറ്റർ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ശമ്പളമില്ലാത്തുള്ള അവധികളാണെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ സമ്മതപത്രം കൂടി നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ചാനൽ ഓഫ് അപ്ലൈയിങ്. ചാനൽ ഓഫ് അപ്ലൈ, നമ്മൾ ഏത് ചാനലിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്? അതായത് ചിലപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അപേക്ഷ സമർപ്പിക്കാം? ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മെയിൽ ചെയ്യാറുണ്ട് അല്ലെ? ചിലർ മെയിൽ ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. മിക്കതും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മെയിൽ ചെയ്യാറാണ് ചെയ്യാറ് അല്ലെ? ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ മെയിൽ ചെയ്യാറാണ് മിക്കതും ചെയ്യുന്നത്. ഓക്കെ. ഏത് ചാനലിലാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. I verified the balance of leave it is dash days only. പിന്നെ എന്താ നോക്കേണ്ടത്? അവധിയുടെ ശേഷിച്ച എല്ലാ ദിവസങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? എത്ര ദിവസമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ. ദെൻ അതിനുശേഷം എന്താണ്? സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് ദ നെയിം ആൻഡ് പോസ്റ്റ് സീൽ. ഇനി ആരുടെ സീലാണ് സൈനാണ് നമുക്ക് ആവശ്യമായിട്ട് വരേണ്ടത്? അതായത് ഫോർവേഡ് ചെയ്തിരിക്കുന്ന അധികാരിയുടെ ഒപ്പം സിഗ്നേച്ചറും അല്ലെങ്കിൽ തസ്തിക മുദ്ര, സീൽ ചെയ്ത മുദ്ര അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ലീവ് സാങ്ഷൻ ഓർ റെഫ്യൂസ്. ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് രേഖപ്പെടുത്തുന്നത്? ലീവ് കിട്ടിയോ ഇല്ലോ എന്നല്ലേ? അതായത് ലീവ് അനുവദിച്ചു അല്ലെങ്കിൽ നിരസിച്ചു. Then last one, signature of the decoding authority with the name and postal state. ഇനി നമ്മൾ എന്താണ് ലാസ്റ്റ് ആ ഒരു അതോറിറ്റിയുടെ നെയിമും സിഗ്നേച്ചറും സീലോട് കൂടി പോസ്റ്റ് സീലോട് കൂടി എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് അവസാനിക്കും കേട്ടോ. ഇത് ഓഫീസ് പർപ്പസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആണ്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഏതാണ്? ഈ ഒരു ടീച്ചർ ലീവ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. യെസ്. ഇത് ഓൺലി പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ലീവ് ആപ്ലിക്കേഷനിലൂടെ സ്വീകരിക്കുന്നത്. പെർമനന്റ് ടീച്ചേഴ്സിന് കേട്ടോ. നിങ്ങൾ അല്ലാത്ത ഏതെങ്കിലും ടീച്ചർമാർ ഇതേപോലെ ചെയ്തിട്ടുണ്ടോ? ഡെയിലി വേജസോ അല്ലെങ്കിൽ ടെമ്പററി പർപ്പസസിന് പോയ ടീച്ചേഴ്സ് ആരെങ്കിലും ഇതുപോലെ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? നിങ്ങള് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഹലോ, ക്ലാസ്സിലില്ലേ എല്ലാവരും? ഉണ്ട് മാം. ഉണ്ട് മാം. ഇതില് വർക്ക് ചെയ്യുന്നവരൊക്കെ റെക്കോർഡ് ക്ലാസ്, അതുകൊണ്ട് നമുക്ക് അറിയില്ല. അതെ, ശരി. ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു.
എന്തൊക്കെയായിരുന്നു ഇതിൽ ഡിസ്കസ് ചെയ്തത്? ഹോസ്പിറ്റലാണ്. ടൈം ടേബിൾ, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ നോക്കി, നമ്മൾ അതിന്റെ കണ്ടന്റ്സ് നോക്കി, ഒരു ആപ്ലിക്കേഷൻ റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റും ഒരു ലീവ് ആപ്ലിക്കേഷന്റെ ഫോർമാറ്റും നോക്കിയിരുന്നു. പിന്നെ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ സാമ്പിൾ പേജസും ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 5 കംപ്ലീറ്റഡ് ആണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം, നോക്കാം. ഇതുവരെയുള്ള എല്ലാ മോക്ക് ടെസ്റ്റും എന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ലേ? ഉണ്ട് മാം, കിട്ടിയിട്ടുണ്ട്. ചാപ്റ്റർ 5ന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടതാ കേട്ടോ. ഇനി നമ്മള് ചാപ്റ്റർ 6 ആണ് നോക്കുന്നത്. ചാപ്റ്റർ 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. സ്ട്രക്ചർ 4th ചാപ്റ്റർ അപർണമിസ് എടുക്കും കേട്ടോ. കമ്മ്യൂണിക്കേഷൻ അപർണ എടുത്തോളൂ. എടുത്തില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം കേട്ടോ. എടുക്കണയിലാണ്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂം സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഫ്ലോറിംഗ് എങ്ങനെയാണ്, റൂഫിംഗ് എങ്ങനെയാണ്, വാൾ എങ്ങനെയാണ്, ബ്ലാക്ക് ബോർഡ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, ഫസ്റ്റ് അതില് റൂഫിംഗ് ആണ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ്. നമുക്ക് റൂഫിന് എന്താണ് വേലിക്കൂടെ 4 ടൈപ്സിലാണ് നമുക്കുള്ളത് ഓരോ സ്കൂളിൽ. RC റൂഫിംഗ് ഉണ്ട്, ടൈൽ റൂഫിംഗ് ഉണ്ട്, ഷീറ്റ് റൂഫിംഗ് ഉണ്ട്, പാച്ചഡ് റൂഫിംഗ് ഉണ്ട്. ഓക്കെ, ആദ്യത്തേത് നോക്കാം. RC റൂഫിംഗ്. എന്താണ് RC റൂഫിംഗ് എന്ന് പറയുന്നത്? RC സ്റ്റാൻഡ് ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നോട്ട് ചെയ്യാട്ടോ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് റൂഫിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. RC റൂഫിംഗ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നോട്ട് ചെയ്യുന്നുണ്ടോ? RC സെൻട്രിംഗ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയും കേട്ടോ. ഓക്കെ, എന്താണ് RC സെൻട്രിംഗ് റൂഫിംഗ് എന്ന് പറയുന്നത്? Many of the schools are with RC centering with the 1 or 2 top floors. People like to enter it's mostly this type of school only. Okay, അതായത് നമ്മൾ നിലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്കൂളുകൾ കണ്ടിട്ടില്ലേ? ഒന്നാം നില, രണ്ടാം നില എന്ന് പറഞ്ഞ നിലകൾ, അതായത് ഫ്ലോർ റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ നമ്മൾ സ്കൂളുകള്? യെസ്, അതെല്ലാം വരുന്നത് ഏത് ടൈപ്പ് ഓഫ് റൂഫിംഗിലാണ്? RC സെൻട്രിംഗ് ചെയ്തത് കോൺക്രീറ്റ് റൂഫിംഗിലാണ് അത് വരുന്നത് അല്ലെ? എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആളുകള് തന്റെ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേപോലുള്ള സ്കൂളുകളിൽ നിന്നാണെന്നാണ് ആവശ്യപ്പെടുന്നത്. ആദ്യം അവിടെ പറയുന്ന ആ പോയിന്റ്സ് അങ്ങനെയാണ്. എല്ലാ ആൾക്കാരും എന്താണ്, നമ്മളുടെയൊക്കെ ആഗ്രഹം നമ്മളുടെ കുട്ടികൾ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണം എന്നാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടി നിലകളുള്ള സ്കൂളുകൾ, 10 നില 5 നിലയുള്ള സ്കൂളൊക്കെ ചൂസ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ? എല്ലാവരും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂംസുകൾ ഇഷ്ടപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതാണ് RC സെൻട്രിംഗ് റൂഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ സ്ട്രക്ചറുകൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദ ക്ലാസ് റൂം ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സ്കൂൾസ് ഹാവ് എ ടൈൽ റൂഫ് ഓൺലി. Correlate with RC roofing. This type will be hot. Arranging the false roof may solve the problem to an extent. Tile roofing. Tile എന്താണ്? Tile. ഓടാണോ മിസ്? അല്ലെ? ഓൾഡ് അല്ലെ? ഓൾഡ് ടൈപ്സ് ഓഫ് സ്കൂൾസ്, പഴയ പണ്ടകാലങ്ങളിലുള്ള എല്ലാ സ്കൂളുകളിലും എന്താണ് നമ്മള് എല്ലാ ക്ലാസ് റൂംസിലും നമ്മള് ഓടിട്ട ക്ലാസ് റൂംസിലാണ് ഉണ്ടായിരുന്നത് അല്ലെ? യെസ്, അതോടൊപ്പം തന്നെ എന്താണ്, അതിനെ കോറിലേറ്റ് ചെയ്തിട്ടും RC റൂഫിംഗും കാണാറുണ്ട്. ചില ഓഡിറ്റർ ക്ലാസ് റൂമിനെ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് വരാറുണ്ട്? കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂംസും വരാറുണ്ട് അല്ലെ? പക്ഷെ RC സെൻട്രിംഗ് കോൺക്രീറ്റ് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് അത്യാവശ്യം ഹോട്ട് കൂടുതൽ അല്ലെ? കുറച്ചുകൂടി ചൂട് കൂടുതലുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ കൂടുതൽ ആ സമയത്ത് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ടൈൽ റൂഫിംഗ്സ് ആ ഒരു സമയത്ത് തയ്യാറാക്കുന്നത്. മിക്ക സ്കൂളുകളിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ, പഴയ കാലഘട്ടത്തിൽ കൂടുതലായിട്ട്, ഇപ്പോഴും ചില സ്കൂളുകളിൽ മാത്രം ഓഡിറ്റ് ക്ലാസ് റൂമുകളുണ്ട് അല്ലെ? ചില പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂൾസിലായിരിക്കും ഇപ്പോഴും കുറച്ചും കൂടി നിലനിൽക്കുന്നത്. ബാക്കി എല്ലാ സ്കൂളുകളും എന്താണ്, മറ്റു രീതിയിലുള്ള ഫോർമാറ്റുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റൂഫിംഗ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൾഡ് ടൈപ്പ് ഓഫ് സ്കൂൾസിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന എന്ത് റൂഫിംഗ് ആയിരുന്നു? ടൈൽ റൂഫിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഷീറ്റ് റൂഫിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഷീറ്റ് റൂഫിംഗ്, എന്ത് ഷീറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? ഷീറ്റ് റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ് മേ ബി സിമെന്റ് ഷീറ്റ് റൂഫിംഗോ ആസ്പെറ്റോസിന്റെ അല്ലെങ്കിൽ ടിൻ ഷീറ്റുകൾ ഉണ്ടാവും അല്ലെ?
അപ്പൊ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹട്ട് പോലെ ഗ്രൂപ്പ് നമുക്ക് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ പാരലൽ കോളേജസിൽ കണ്ടിട്ടില്ലേ, നമ്മൾ പണ്ടത്തെ പാരലൽ കോളേജുകൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ ട്യൂഷൻ സെന്റേഴ്സുകൾ ആദ്യ കാലങ്ങളില് ടെമ്പററി പർപ്പസസിന് പഠിപ്പിച്ചിരുന്ന ട്യൂഷൻ സെന്ററുകളൊക്കെ ഈ ഒരു ഷീറ്റ് ഫോമിലാണ് തയ്യാറാക്കിയിരുന്നത് അല്ലെ? യെസ്, കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആസ്പെറ്റോസിന്റെ ഷീറ്റ് അല്ലെങ്കിൽ തിൻ ഷീറ്റ്സ്. ഇപ്പൊ അതിന്റെ ഡോറ് വരെയും ഷീറ്റ് കൊണ്ടായിരിക്കും നമ്മൾ അടയ്ക്കുന്നത്. ഡോർസ് വരെ ഓൾറെഡി നമ്മൾ ഷീറ്റ് വെച്ചിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഷെഡ് പോലെ തോന്നും അല്ലെ? അതിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും? ജനറലി ക്ലാസ് റൂംസിൽ കുറെ ഷെഡ്സുകളായിട്ടായിരിക്കും അതിങ്ങനെ രൂപീകരിച്ചത്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ കൂടുതലായിരുന്നു, ഷെഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസിലൊക്കെ. പഠിച്ചിട്ടുണ്ടോ ഷെഡുള്ള ക്ലാസ് റൂംസില്, ഷീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമില്? ട്യൂഷൻ സെന്ററിൽ പോകുമ്പോ പഠിച്ചിട്ടുണ്ട് മാം. മഴ പെയ്യുമ്പോ അപ്പൊ ക്ലാസ്സും ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടാച്ചഡ് റൂഫിംഗ് ആണ്. ടാച്ചഡ് റൂഫിംഗ് എന്താണ് പ്രത്യേകത? ടാച്ചഡ് റൂഫിംഗ് ഓല മേഞ്ഞത്. ഓല മേഞ്ഞതാണ് അല്ലെ? So it can provide good health to the person residing under it. People normally consider a school having that thatched roofing as a poor school. Okay, yes. അപ്പൊ ഓല മേഞ്ഞ സ്കൂളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അണ്ടറിൽ ഇരിക്കുന്നത്, അതിന്റെ താഴെ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് ഓൾറെഡി ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് എന്താണ് ഏറ്റവും രീതിയിൽ എന്താണ് ഒരു കാമായിട്ടുള്ള കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അതിനകത്ത് ലഭ്യമാവുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഒരിക്കലും തന്നെ എന്താണ് ഹെൽത്തിന് മറ്റു രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പക്ഷെ ഈ ഓല മേഞ്ഞ സ്കൂളുകളെ ആളുകൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയുള്ള സ്കൂളുകളായിട്ടാണ്? പാവപ്പെട്ട സ്കൂളുകളായിട്ട്, പൂർ സ്കൂളായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും ആരും പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ അയക്കുന്നില്ല. ഓക്കെ. Apart from this, sometimes these classes are taken into the open air, possibly under trees. This is also called tree roofing classes. ഇനി നമ്മള് മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരത്തിനടിയിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? മരത്തിനടിയിലിരുന്ന് ട്രീ റൂഫിംഗ് ക്ലാസ്സസ് പഠിച്ചിട്ടില്ല? മരത്തണലിൽ നിന്നൊരു കവിതയോ കഥയോ ഒക്കെ കേട്ട ഓർക്കുന്നുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, വാഗമരം എന്ന് പറയും, വലിയ വാഗമരം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലെ? വലിയ വേരുകളാണത്. ആ വേരുകളുടെ ഇടയിൽ നമുക്ക് ഓരോ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും. വേരുകളുടെ ഇടയിലായിട്ട് ഇങ്ങനെ കുറെ ചെറിയ കോർണേഴ്സ് ഉണ്ടായിരുന്നു. ടീച്ചർ കസേര ഉണ്ടായി നടുക്കിടും, നടുക്കോ ആ ഒരു മരത്തിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇടും. എന്നിട്ട് ഓരോ കോർണേഴ്സിൽ കുട്ടികൾ ഇരിക്കും. നിങ്ങളൊന്ന് മനസ്സിൽ കാണണ്ടേ, ഒരു വലിയ വാഗമരം. വലിയ വാഗമരം എന്ന് വെച്ചാൽ ഇങ്ങനെ കൊട പോലെ വിടർന്ന് നിൽക്കുകയാണ്. അതിന്റെ പൂക്കളും ഇലകളും താഴെ വീണ് കിടക്കുകയാണ്. അതിന്റെ വേരുകളാണ് ചുറ്റും, ആ മരത്തിന് ചുറ്റും അതിന്റെ വേരുകൾ ഇതിന്റെ മുകളിലേക്ക് പോയി നിൽക്കുകയാണ്. അതിന് ഓരോ സ്പേസസ് ഉണ്ട്, ആ സ്പേസിൽ കുട്ടികൾക്ക് ഇരിക്കാം. ഒരു കോർണറിൽ ടീച്ചർ കസേരയിട്ടിരിക്കുന്നു. ആ ഒരു ഇമാജിൻ കിട്ടുന്നുണ്ടോ? യെസ്. ഓക്കെ, അങ്ങനെ ഞാനും പഠിച്ചിട്ടുണ്ട്, എനിക്ക് പഠിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് അല്ലെ? നമുക്ക് നമ്മള് ചില കുട്ടികൾ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കും, പക്ഷെ ചിലവർക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കാൻ നല്ല രസമാണ്. കാരണം നമ്മൾ പുറത്തേക്ക് ക്ലാസ് മുറിയുടെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ലേ? ക്ലാസ് മുറിക്ക് പുറത്ത് പോകാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ലാസ് റൂം, ഇങ്ങനെ മരത്തണലിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ വേറൊരു തരം ഫീലിംഗ് ആണ് ശരിക്കും അല്ലെ? അത് ശരിക്കും അനുഭവിച്ചറിയണം. നമുക്ക് അനുഭവം ഉണ്ടായിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അവർക്ക് കുറവാണ് അല്ലെ? പുറത്ത് പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. കാരണം എന്താണ്? എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു? അവിടെയൊക്കെ പല രീതിയിലുള്ള ഷീറ്റും അല്ലെങ്കിൽ എന്താണ് ഗ്രൗണ്ട് ഒക്കെ ആക്കി, അല്ലെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത്, പിന്നെ കുട്ടികൾക്ക് വേണ്ടി പാർക്കുകളാക്കി. അല്ലാതെ മരത്തിന് കീഴിലിരിക്കുന്ന സെറ്റപ്പുകളൊന്നും തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കുറവാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലെ? കുട്ടികൾക്ക് പിന്നീട് നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്ന എന്താണ്? നമ്മൾ അന്ന് അനുഭവിച്ച ആ ഫീലിംഗ് അത്ര മനോഹരമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അതാണ് എന്താ ട്രീ റൂഫിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ these are the 4 types of roofing. ഏതൊക്കെയാണ്? RC സെന്ററിൽ, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ് ആൻഡ് പാച്ച് റൂഫിംഗ്. ഇതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, പേരുകൾ മാത്രം ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മള് ഫ്ലോറിംഗ് ആണ് പഠിക്കുന്നത്. ഫ്ലോറിംഗ് പണ്ട് കാലഘട്ടങ്ങളില് നമ്മുടെ തറകൾ എങ്ങനെയായിരുന്നു? ക്ലാസ് റൂമിന്റെ തറകൾ എങ്ങനെയായിരുന്നു? ഫ്ലോർ എങ്ങനെയായിരുന്നു? സിമെന്റ് ആയിരുന്നു അല്ലെ? സിമെന്റ് ഫ്ലോറിംഗ് ആയിരുന്നു. പിന്നെ സിമെന്റ് ഫ്ലോറിംഗ് മാത്രമാണ്, മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു. മഡ് എന്താണ്? കളിമണ്ണ് കൊണ്ടുള്ള ഫ്ലോറിംഗ് കണ്ടിട്ടുണ്ട് നമുക്ക്.
എനിക്ക് തോന്നുന്നു നമ്മുടെ ഷീറ്റ് ഇടുന്ന ക്ലാസ് റൂംസിലല്ലേ, ഷീറ്റ് ക്ലാസ് റൂംസിൽ മോഡേൺ ക്ലാസ് റൂംസിലൊക്കെ കൂടുതലും മണ്ണിന്റെ, അതായത് മഡ് ഫ്ലോറിംഗ് ആയിരുന്നു, കളിമണ്ണ് കൊണ്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഫ്ലോർസ് ആയിരുന്നു. ഓക്കെ, ദെൻ അതേപോലെ നമ്മൾ മറ്റൊരു സാധനം കൂടി ഉപയോഗിക്കുമായിരുന്നു, കൗഡർ, അതായത് ചാണകം മെഴുകിയ ക്ലാസ്സുകൾ. ചാണകം മെഴുകിയ വീടുകളുണ്ട്, ചാണകം മെഴുകിയ ക്ലാസ്സുകളുണ്ട്. ചാണകം മെഴുകിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ എട്ടുറപ്പായിരിക്കും അതിന്. ഓക്കെ, അപ്പൊ ആദ്യ കാലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു? മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു, കൗഡക്ക് ഉണ്ടായിരുന്നു, അതുപോലെ ചാണകം മെഴുകിയ ക്ലാസ് റൂംസ് ഉണ്ടായിരുന്നു, സിമെന്റ് ക്ലാസ് റൂംസുകളും ഉണ്ടായിരുന്നു. യെസ്, അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫോം ചെയ്യാനുണ്ട്. അതായത് കുട്ടികളുടെ കാലിലും അല്ലെങ്കിൽ യൂണിഫോംസിലൊക്കെ എന്താണ് ഇതിങ്ങനെ അഴുക്കാവാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മേത്തൊക്കെ പറ്റി പിടിക്കുന്നതനുസരിച്ച് എന്താണ് അഴുക്കാവാനുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നത്. അതായത് അവരുടെ വസ്ത്രങ്ങളെ മോശമാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്താ ഇത്തരത്തിലുള്ള ഫ്ലോറുകൾ പതിയെ പതിയെ ഒഴിവാക്കി തുടങ്ങിയത്. ഓക്കെ, യെസ്. So Madam Montessori insists the students sit on the floor. Parent expert only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. ഇനി മാഡം മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത് കുട്ടികളെ തറയിൽ ഇരുന്ന് പഠിക്കാനാണ്. ഓക്കെ, അതായത് ഫ്ലോറിൽ ഇരുന്ന് പഠിക്കാനാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണ്? തറയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഏത് പൊസിഷനിങ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ഫ്രീ മൂവ്മെന്റ്സ് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. എങ്ങനെ വേണമെങ്കിലും അവർക്ക് അവരുടെ ബോഡിയെ പൊസിഷനിങ് ചെയ്യാം. നമ്മളിപ്പോ ഒരു ചെയറിലോ ബെഞ്ചിലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ പോസ്റ്ററിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ. പക്ഷെ തറയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എന്താണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള പൊസിഷൻസിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പാരന്റ്സ് കുറച്ച് ഫർണിച്ചേഴ്സ് ഉള്ള ക്ലാസ് റൂംസ് ആണ് ഇഷ്ടപ്പെടുന്നത് അല്ലെ. ഇനി മോണ്ടിസോറി പറയുന്നത് പ്രകാരം ഇപ്പൊ നമുക്ക് ഫർണിച്ചേഴ്സ് അവൈലബിൾ അല്ലെന്നാണെങ്കിൽ എന്തെങ്കിലും മാറ്റോ അല്ലെങ്കിൽ കാർപ്പറ്റ് കണ്ടുള്ളത്, നിങ്ങൾ പരവതാനി എന്നാണ് നമ്മൾ മലയാളം പറയുന്നത് തന്നെ അല്ലെ, പരവതാനി. പല കളർ കോമ്പിനേഷൻസിലൊക്കെ വരാറുണ്ട്. അപ്പൊ എന്തെങ്കിലും മാറ്റോ കാർപ്പറ്റോ വിരിച്ചിട്ടായിരിക്കണം കുട്ടികളെ നമ്മള് തറയിൽ ഇരുത്തേണ്ടത്. പിന്നീടാണ് അതിന് അങ്ങനെയുള്ള ആശയങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ എന്താണ് കുട്ടികൾ ജസ്റ്റ് ഫ്ലോറിൽ മാത്രം ഇരുന്നാണ് പഠിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ മഡ് ഫ്ലോറിങ്ങും അതേപോലെ തന്നെ ചാണകം മെഴുകിയ ക്ലാസ്സും സിമെന്റ് ഫ്ലോറിംഗ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ക്ലാസ് റൂംസിൽ എങ്ങനെയുള്ള ഫ്ലോർ ആണ് ഇപ്പൊ വരുന്നത്? ടൈല്, മാർബിള് അല്ലെ, സിൽക്ക്, അങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട്. ഓക്കെ, കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് സ്ട്രക്ചറും മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് റൂംസിൽ കേട്ടോ. അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, ബോറടിക്കുന്നു ക്ലാസ്. എന്താണാവോ? ഇനി നെക്സ്റ്റ് സൈഡ് വാൾസ് തരുന്നത് എളുപ്പമാണ് പിള്ളേരെ, നിങ്ങൾക്ക് സ്ട്രക്ചറുകൾ ഇങ്ങനെ പഠിക്കാനാണ്. എന്നാലും നമ്മൾ 6ാമത്തെ ചാപ്റ്റർ വരെ എത്തിയില്ലേ, ഇനി അങ്ങോട്ട് സമാധാനമായിട്ട് പോകാം. ഇപ്പൊ 17ന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ ഇനിയിപ്പോ ഉടനെ നമുക്ക് കാണുമല്ലേ? നമുക്ക് ഉടനെ പിന്നെ ഞങ്ങൾ ഈ അടുത്ത മാസം കൂടി ഉണ്ടാവുള്ളൂ മിക്കവാറും. നേരത്തെ അറിയിക്കും എങ്ങനെയാണ് ടൈം ടേബിൾ കേട്ടോ. പെട്ടെന്ന് തീരാറായ പോലെ അല്ലേ? സങ്കടാവുന്നു. നിങ്ങള് ശരിക്കും നിങ്ങൾക്കൊരു എൻഗേജ്ഡ് ആയിരുന്നല്ലോ നിങ്ങൾ ഈ ഒരു സമയം 11 to 12 വരെ. ഡെയിലി 1 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പോവും. ഇപ്പൊ നാട്ടിലാണോ പുറത്താണോ? ഇല്ല മാം, ഞാൻ നാട്ടിലാണ്. നാട്ടിലാണ്. ഇത് പഠിച്ചിട്ട് അവിടെ പോയി സെറ്റ് ആവാന്നൊക്കെയാണ് വിചാരിച്ചത്. ഇനിയിപ്പോ യുദ്ധമൊക്കെയാണ്, ഇനി എന്താവോ എന്തോ. എന്തായാലും കോൺവൊക്കേഷനും പ്രാക്ടിക്കൽസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി കേട്ടോ. സോറി, പ്രാക്ടിക്കൽ അല്ലല്ലോ, വൈവ ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇല്ല കഴിഞ്ഞിട്ടൊക്കെ പോവൂ. ഇനിയിപ്പോ അവിടുത്തെ കണ്ടീഷൻ മോശമാണ്, ഇനി എങ്ങനെയാന്ന് അറിയില്ല, ഇനി പറ്റുമോന്ന്. നിങ്ങള് PG ക്ലാസ്സിൽ വേറെ വിഷയമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ PG ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. 19-20 പിള്ളേര് കുഴപ്പമില്ലല്ലോ? സംസാരിക്കാൻ നിങ്ങളോടാ? ഇല്ല സംസാരിക്കാറുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല, ക്ലാസ്സിൽ കാണുന്നേ ഉള്ളൂ. കുറച്ചു പേരൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. 19 ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാണ്. മീൻസ് ഓൾറെഡി ക്വാളിഫിക്കേഷൻസ് കുറച്ച് കൂടിയ കുട്ടികളാണ്. 20 നേരെ കുറച്ചും കൂടി അധികം ക്വാളിഫിക്കേഷൻസ് കുറഞ്ഞ കുട്ടികളാണ് വരുന്നത്. 19 എനിക്ക് തോന്നുന്നു ഒരു കോളേജ് ലെക്ചർ ഉണ്ട്, അതിലെ പ്രൊഫസർ ഉണ്ട്,
ഞാനൊക്കെ ഒത്തിരി പേർ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണ് 19 ബാച്ചിലുള്ളത്. സ്ട്രെങ്ത്തും കുറവാണ്, പക്ഷെ ഉള്ള കുട്ടികൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് വർക്ക് ചെയ്യുന്നവര്. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് അവര്. അല്ലെ മോണ്ടിസോറി സെലക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇപ്പോഴും ജോലിയൊന്നും ശരിയായിട്ടില്ല. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ചിലർക്ക് ഇപ്പോഴും ജോലി കിട്ടാത്തവരുണ്ടാവും അല്ലെ. ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞ കാര്യമില്ല, ജോലി കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം അല്ലെ. നമ്മുടെ വിറ്റി കയറിയിട്ടില്ലേ? വിറ്റി ഇല്ല, ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ പ്രയർ പാടാൻ കണ്ടേനെ. ഓക്കെ, യെസ്, നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഒരു സൈൻ ഔട്ട് പറയുന്നെങ്കിൽ പറയാം. പാട്ടോ കോട്ടോ എന്താ വേണമെങ്കിലും പറയാം. ഒരു പാട്ട് പാടി. ഞാൻ പാടണം, വയ്യതോ. അതാണ് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ചോദിച്ചത്. ആതിര നല്ല പാടും മാം, ആതിരയോട് പാടാൻ പറയേ. ആരാണ് ആന്തരിയ? അയ്യോ, ഞാനില്ല. സൈൻ പോയാണ്ടോ? സിമ്പിളിട്ടാണ്ടോ? നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസമൊക്കെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ക്ലാസ്സൊക്കെ തീരുന്നവർ ഇതൊക്കെ ചെയ്താൽ മതി, എന്നിട്ട് പിന്നെ ചെയ്യണ്ട. അപ്പൊ പിന്നെ ഇതൊക്കെ ഓർമ്മയാവും. കിട്ടുന്ന അവസരങ്ങൾ പാട്ട് പാടാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാം മിസ്സേ. പെട്ടെന്ന് പറയുമ്പോഴേ തപ്പല. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you, ma'am. Thank you all.